തൃശൂർ വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റ് അപർണ ചിത്രകം എഴുതിയ ഒരു കവിതയാണ്. കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാള വിഭാഗത്തിലെ ഗവേഷകയാണ് അപർണ. ഭാഷാഭൂഷണി, മാതൃഭൂമി, ദേശാഭിമാനി, മാധ്യമം തുടങ്ങിയ ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതിവരുന്നു. അപർണയ്ക്ക് ചെറുശ്ശേരി പുരസ്കാരം, കടത്തനാട് മാധവിയമ്മ പുരസ്കാരം, സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കമല സുരയ്യ പുരസ്കാരം, എറണാകുളം ആസ്ഥാനമായ കുട്ടികളുടെ സർവകലാശാലയുടെ നിലാവ് സാഹിത്യ പുരസ്കാരം, കുട്ടേട്ടൻ പുരസ്കാരം, അങ്കണം സാഹിത്യവേദിയുടെ കോളേജ് കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം, തൃശൂർ സഹൃദയവേദിയുടെ യുവ കവിതാ പുരസ്കാരം, വൈലോപ്പിള്ളി കവിതാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. പുഴയോതിയ കഥകൾ, മാറിമറിഞ്ഞ ചിത്രം, അകലത്തെ ആകാശം എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപർണയുടെ കവിത കേൾക്കാം. ക്യൂവിലാണ്. ശരിയാണ്, ലൈബ്രറി പുസ്തകമാണെന്ന് അറിയാമായിരുന്നു. ഡ്യൂ ഡേറ്റിന് മുമ്പ് തിരിച്ചു കൊടുക്കണമെന്ന് അന്നേ പറഞ്ഞിരുന്നു. ശരിയാണ്, ലൈബ്രറി പുസ്തകമാണെന്ന് അറിയാമായിരുന്നു. ഡ്യൂ ഡേറ്റിന് മുമ്പ് തിരിച്ചു കൊടുക്കണമെന്ന് അന്നേ പറഞ്ഞിരുന്നു. മറിച്ചു നോക്കിയപ്പോഴേ മടുത്തതാണ്. കുറിച്ചെടുക്കാൻ ഒന്നുമില്ലെന്ന് ഉറപ്പിച്ചതാണ്. അകംപൊള്ളയാണെന്ന് ശപിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് പോന്നത്. കൊണ്ടുവന്നത് തിരിച്ചേൽപ്പിക്കാൻ തന്നെയാണ്. ചേർത്ത് പിടിച്ച് ക്യൂ നിൽക്കുമ്പോൾ അതെന്തോ പിറുപിറുക്കുന്നു. ശരിക്കും വായിച്ചിരുന്നോ എന്ന് കണ്ണ് നിറയ്ക്കുന്നു. തൊട്ടുനോക്കാത്ത പുറങ്ങൾ കാട്ടി പരിഭവിക്കുന്നു. ഇനി എപ്പോഴാണെന്ന് മുഖം തിരിക്കുന്നു. കളഞ്ഞ കാലത്തിന്റെ കണക്ക് പുസ്തകം നോക്കി മുന്നിൽ ലൈബ്രറിയൻ ഇരിക്കുന്നു. വിരലുകൾ അറിയാതെ തന്നെ പിടിമുറുക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുതെന്ന് ഓർമ്മിപ്പിക്കാൻ ശ്വാസം ഇടയ്ക്കിടെ പുറത്തെത്തുന്നു. ആദ്യമൂത്ത രക്തം മേലാസകലം നിലയില്ലാതെ പായുന്നു. ഒന്ന് മനസ്സിലാക്കണം സർ, ശരിക്കും ഞാനിത് വായിച്ചിട്ടില്ല. തിരിച്ചു തരാൻ വയ്യ സർ, ഡേറ്റ് നീട്ടിത്തരണം.